ഹേ ഗായ്സ്, ഞാൻ എന്തിനാണ് ഈ സ്റ്റൗവിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കാണിച്ചു തരാം. ലോകത്ത് തന്നെ അതെ ഇത്രയും കച്ചറായിട്ടുള്ള സ്റ്റൗ ഈ ലോകത്ത് തന്നെ വേറെ അവിടെ ഉണ്ടാവില്ല. ഇതേ നോക്കിയാൽ അത്രയും നാറിയിട്ടുണ്ട്. ഇത്രയും അധികം അഴുക്കായിട്ടുള്ള ഈ ഒരു സ്റ്റൗ ഞാൻ എന്തിനാണ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വൃത്തിയാക്കുന്ന ഒരു സാധനമുണ്ട്. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ എന്നല്ല എല്ലാ മെറ്റീരിയലും ഏത് പർപ്പസിലും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാത്റൂം ആയിക്കോട്ടെ, ഇതുപോലുള്ള മെറ്റലുകളോ അങ്ങനെയുള്ള എന്തും ആയിക്കോട്ടെ, പാത്രങ്ങളോ എന്തും ആയിക്കോട്ടെ, അതൊക്കെ ഈസി ആയിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊക്കെ നോക്കണ്ടേ മച്ചന്മാരെ? സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കണ്ട സാധനം എടുത്തനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇതിന്റെ മുകളിലിട്ട് പണിയാൻ വേണ്ടി പോവാണ്. കാണിച്ചു തരാം. പെട്ടി തുറന്നപ്പോ ഇതിനകത്ത് 3 ചെറിയ കുട്ടിപ്പെട്ടി, 3 അല്ല 4 5 ഉണ്ട് ഗൈസ്, 5 ഉണ്ട്. ഇത് നോക്കിയാൽ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിന്റെ പിന്നിലും കൊടുത്തിട്ടുണ്ട് കിച്ചൺ ക്ലീനർ, ബാത്റൂം ക്ലീനർ, ഓൾ പർപ്പസ് ക്ലീനർ. നമുക്ക് എവിടെ വേണേലും ഏത് പർപ്പസിലും നമുക്കിത് യൂസ് ചെയ്യാന്നാണ് അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മച്ചന്മാരെ ഇത് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇതുപോലെ വെള്ളം നിറച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബോട്ടിൽ വേണം. ഇതുപോലെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിരിക്കണം. ഇത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. വേണ്ടേ? ഇത് കണ്ട, ഇത് നമ്മൾ നേരത്തെ ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് അറിയാം. ഇതേ കണ്ടോ, ഇങ്ങനെ ഒരു ലിക്വിഡാണ് വരുന്നത്. അത് നമ്മൾ ഇതിനകത്ത് ഡൈല്യൂട്ട് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്യണം. ഇത് സാധാ വെള്ളമാണ്. ഇതുപോലെ സ്പ്രേ ബോട്ടിലൊക്കെയാണ്. ഈ ലിക്വിഡ് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. ഞാൻ 1 ലിറ്റർ എടുക്കുന്നില്ല. 500 മില്ലിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ നമുക്ക് എവിടെയാണോ ക്ലീൻ ചെയ്യേണ്ടത് ഈ പർപ്പസിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പർപ്പസും ക്ലീൻ ആവുമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് മേടിച്ചിട്ടുള്ളതും. അവരുടെ ഈ പർപ്പസുകളിൽ എല്ലാ പർപ്പസിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഇവർ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ, ഇത് ഇത്രമാത്രം കറയുള്ള വേറൊരു സ്റ്റൗ ഈ ലോകത്തുണ്ടാവില്ല. ഇത് ക്ലീൻ ചെയ്ത് കിട്ടേണ്ടതാണ്. അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കണ്ടേ? അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് മിക്സ് ചെയ്യാന്നുള്ളതാണ്. സിമ്പിളായിട്ട് ഈ സാധനം ഇങ്ങോട്ട് എടുക്കുന്നു. അത് കട്ട് ചെയ്യും. അയ്യോ, കുറച്ച് പുറത്തോട്ട് പോയി കഴിച്ച്, എന്നാലും കുഴപ്പമില്ല, നമ്മളൊക്കെ മതി. വല്ലന് പുല്ലും ആയതൊന്നല്ലേ. ഞാൻ നോക്ക്, ഇതിനകത്ത് ഞാൻ മിക്സ് ചെയ്തു കേട്ടോ. കാരണം ഇത് 1 ലിറ്ററിനകത്തേക്ക് ഈ ഒരൊറ്റ ക്യാപ്സ്യൂൾ മതി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇത്തിരി സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് 1/2 ലിറ്റർ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം. ഇപ്പൊ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നോക്ക്, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ, സംഭവം വർക്കായിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഈ സ്റ്റൗവിനെ നമ്മൾ 2 പാർട്ടായിട്ട് തിരിക്കാൻ വേണ്ടി പോവാണ്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ഈ സാധനം വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേണ്ട ഈ ഒരു സൈഡ് നമ്മുടെ സാധാരണ സോപ്പ് ഇട്ടിട്ട് നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സൈഡാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഇത് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു സുനാപ്പി മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ബോഡി ക്ലീൻ ചെയ്ത് നോക്കാം. അതായത് ഇതിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പകുതി പോർഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഗൈസ്, അടിപൊളി മണമാണ്, ഒന്നും പറയില്ല. നല്ല സൂപ്പർ മണം. ഇപ്പൊ നന്നായിട്ട് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രത്തോളം അടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് അറിയില്ല. അതേ നോക്കിയാൽ ഇത് ശരിക്കും വെള്ളമായിട്ട് തന്നെ കിടക്കുകയാണ് കേട്ടോ. അടുത്തായിട്ട് ഈ സുനാപ്പിയാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ? ഇത് ഞാൻ അടിച്ചിട്ട് താഴെ വെക്കും, ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റത്തില്ല. അയ്യോ, നമ്മളെ വൈറ്റ് ടേബിളൊക്കെ ഇപ്പോൾ ബ്ലാക്ക് ആവും കേട്ടോ. അയ്യൻ്റെ പൊന്നോ. മച്ചന്മാരെ, ഇതിനകത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് തൽക്കാലം ഞാൻ ഇവിടെ താഴോട്ട് വെക്കുവാണ്. കാണിച്ചത് ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഇവിടെ വെക്കുവാണ് അടുത്തായിട്ട് ഈ സാധനം ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇത് ഞാൻ ഇവിടെ താഴെ തന്നെ വെക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ഇതിന്റെ പകുതി ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇവർ പറഞ്ഞതുപോലെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ റബ്ബ് ചെയ്യുന്നുള്ളൂ. റബ്ബ് ചെയ്യുന്നത് സാധാരണ തുണി കൊണ്ട് റബ്ബ് ചെയ്താലും മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ അതിനുവേണ്ടി ചെറിയൊരു ബ്രഷ് മേടിച്ചിട്ടുണ്ട്. ആ ബ്രഷ് കൊണ്ടായിരിക്കും കഴുകുന്നത്. കാരണം ഇതിനകത്ത് ചളി മാത്രമല്ല, ഭക്ഷണത്തിന്റെ വേസ്റ്റ് മാത്രമല്ല, ഈ സ്റ്റവിനകത്ത് കാര്യമായിട്ടുള്ളത് റെസ്റ്റാണ്. നിങ്ങൾ വന്ന് നോക്കുക, ഫുള്ള് റെസ്റ്റാണ്, ഇവിടെ മൊത്തം റെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് പോക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. റെസ്റ്റ് പോകാൻ വളരെ സാധ്യത കുറവാണ്. എന്നാലും പരമാവധി എത്ര പോകുന്നുണ്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും അഴുക്കായിട്ടുള്ള സാധനം എടുത്തത്. ഓക്കെ, നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. അപ്പോൾ ദേണ്ട മച്ചന്മാരെ, നമ്മളിതേ 15 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ നോക്കിയേ. ഇപ്പം ഏകദേശം ഇതിൻ്റെ മുകളിൽ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ലിക്വിഡ് മൊത്തം ഏകദേശമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ചളി, ഇതിൻ്റെ മുകളിലുള്ള ചളികളൊക്കെ ഇളകി പോയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാണ് ഈ സ്ക്രബ്ബർ. നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട് ഇതൊന്ന് ഉരച്ചു നോക്കാം, ഉരച്ചാലേ ഇത് പോവുള്ളൂ. ബാ, ഇവിടുന്ന് തുടങ്ങാം. ഇത് റെസ്റ്റ് ഒന്നും പോകും തോന്നുന്നില്ല. ഈ പകുതി ഭാഗമാണ് നമ്മൾ ഇത് ചെയ്തത് കേട്ടോ. പകുതി ഭാഗം നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ. ഇത് പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഇതിൻ്റെ ഈ റെസ്റ്റ് മൊത്തം ഇളകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കളറ് വരുന്നു. ഈ ഏരിയ കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ട്. നമുക്ക് ഇത് തന്നെ ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അവിടെ കട്ടെ. ആ പോകുന്നുണ്ടല്ലേ, പോകുന്നുണ്ടല്ലേ. ഈ ഏരിയയിലൊക്കെ സ്പ്രേ ചെയ്യണം. ഏട്ടാ, ഇത് സാധനം പൊളി സാധനം കേട്ടോ. സംഭവം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇതിന്റെ മേളിലുള്ള റെസ്റ്റൊക്കെ ഇളകിപ്പോയി. ചോദിക്കുക, ഇവിടെയൊക്കെ റെസ്റ്റാണ്. ഈ ഏരിയയിലൊക്കെ റെസ്റ്റ് ഉണ്ടായിരുന്നതല്ലേ. അപ്പോൾ നോക്കിയാൽ റെസ്റ്റൊക്കെ പോയി. ഞാൻ വരയ്ക്കുന്നതനുസരിച്ച് റെസ്റ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇത് വലിയ റെസ്റ്റ് പിടിച്ചാണ്. ഇത് പോകാൻ സാധ്യതയില്ല. ശരിക്കും ഇത് തുടച്ചെടുത്താൽ മതി, പക്ഷെ ഞാൻ കഴുകുവാണ്. ബക്കറ്റിനകത്ത് വെച്ചിട്ടാണ് കഴുകുന്നത് കേട്ടോ. അത് ക്ലീൻ ആയിട്ടാ. ഇപ്പം അത് നമ്മൾ കഴുകിയത് ക്ലീനാണ്. സംഭവം സക്സസ് ആണ് ഗൈസ്. ഇത് ഇത്ര മതി കേട്ടോ, ഇത്ര മതി ഗായ്സ്. ഇവിടെ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ വേർത്തിട്ടുണ്ട്. ഇതുപോലുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് മച്ചന്മാരെ. അങ്ങനെ ഫൈനലി നമ്മൾ ഇതിൻ്റെ ഒരു പോർഷൻ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഐറ്റം വെച്ചിട്ടാണ് കഴുകിയേക്കുന്നത്. അതേ കണ്ടില്ലേ. ഇത് നോക്കിയാൽ നിങ്ങൾ തന്നെ പറയാം ഇത് ക്ലീൻ ആയിട്ടുണ്ടോ ഇല്ലയാണ്. ഇതുപോലെ ഇരുന്ന ഐറ്റമാണ് ഇപ്പം ഇത് ഇങ്ങനെ ഈ ലെവലിലായത്. ഇത് നോക്ക്, മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡും ഈ ബാക്ക് പോർഷനും ഊരിപ്പോയി. ഇതാണ്ട് ഈ സാധനം നമ്മൾ നേരെ താഴെ വെച്ചാണ്. ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. അപ്പം അടുത്തതായിട്ട് നമ്മൾ മല്ലയുദ്ധം നടത്താൻ പോകുന്നത് ഈ ഐറ്റം ആയിട്ടാണ്. വാ, ഞാൻ താഴെ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ, ടേബിൾ നാശാവും. നമ്മൾ ഈ ബ്രഷ് കൊണ്ട് ഈ പരിപാടി നടക്കും തോന്നില്ല കേട്ടോ. നമ്മളെ കയ്യിലുള്ള ഈ ബ്രഷ് കൊണ്ട് ഈ സുനാപ്പി വരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ഒരു ചെറിയൊരു ചകിരി എടുത്തിട്ടുണ്ട്. ചകിരി നമ്മൾ പഴയ കാലത്തേക്ക് പോയി. വാ, കുറച്ചത് നനയ്ക്കാം. നമുക്ക് പണിയെടുക്കാം. ഈ ഭാഗമൊക്കെ ക്ലീനായി, കുറേ ഭാഗം ക്ലീൻ ആവാനുണ്ട് കേട്ടോ. സംഭവം ഇത് റെസ്റ്റ് പിടിച്ചേക്കുന്ന കേട്ടോ. ഈ ഏരിയ മൊത്തം കറുത്ത് റെസ്റ്റ് പിടിച്ചേക്കുന്നതാണ്. ഈ കറുപ്പ് കളർ ഉണ്ടോ, മൊത്തം റെസ്റ്റാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഈ ചകിരി ഇട്ടിട്ടോ ബ്രഷ് ഇട്ടിട്ടോ കഴുകിയാലൊന്നും പോകും തോന്നില്ല.
ഇതേ മനുഷ്യന്മാരെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ബ്ലാക്ക് ഇല്ലേ, ഇത് പോകില്ല കേട്ടോ. അത് ഭയങ്കരമായിട്ട് പിടിച്ചേക്കുന്ന റെസ്റ്റ് വന്നേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഇപ്പോൾ ഞാൻ ഉരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ണാണ് ഈ ബ്രഷ് ഇടുമ്പോൾ പിന്നെ കുറച്ചുകൂടെ പോകുന്നുണ്ട്. ചകിരി കൊണ്ട് തീരെ പോകുന്നില്ല. ഇനി നമുക്കിത് ഈ ഒരു ഐറ്റം കൂടെ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചേക്കുന്നതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഉണങ്ങിപ്പോയി. ബ്രഷ് ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴുകാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് പോകുന്നില്ല. ശരിക്കും ഇതിൻ്റെ കളറ് വേറൊരു കളറാണല്ലോ. ഇത് ബ്ലാക്ക് തന്നെ ഇപ്പോഴും ഇത് പോകുന്നില്ല കേട്ടോ. ഇതെന്തുകൊണ്ടാണ് പോകാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് ക്ലീൻ ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇത് കഴുകി നോക്കാം. ഈ ഐറ്റം സംഭവം കണ്ട. നമ്മൾ ഈ സംഭവം കഴുകിയാലാണ് ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നത്. ഈ ഒരു സ്റ്റൗ കഴുകിയാൽ കുഴപ്പമില്ല. ഇതിനെന്താ പറയുന്ന ബർണറോ, ഈ സംഭവം കഴുകിയാലാണ് നമുക്ക് ഇത്തിരി മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നത്. ഇത് ശരിക്കും ഇതിന്റെ കളർ ഇതല്ല, ഇതൊരു സിൽവർ കളറാണെന്നാണ് എൻ്റെ ഒരു തോന്നല്. അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇത് നോക്കിയാൽ ഇത്രത്തോളം നശിച്ച് നാറാണക്കല്ലെടുത്ത സാധനമാണ് നമ്മൾ ഈ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ എഫേർട്ടൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ ആ സാധനം അടിച്ചു ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ബ്രഷ് അപ്ലൈ ചെയ്ത് നമ്മൾ സ്ക്രബ് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ ആയി കിട്ടിയത്. ഇത് പണ്ട് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ പഴയ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം. ഇത് നോക്കിയേ, സംഭവം സക്സസ് ആണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ. ഈ ഒരു പോർഷൻ നമ്മുടെ സാധാരണ എക്സോ, നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന എക്സോ ഇട്ടിട്ട് നമ്മൾ കഴുകി നോക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം ഇത് നമ്മൾ നോർമലി വീടുകളിൽ ഉപയോഗിക്കുന്ന എക്സോ ആണ്. എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ് എക്സോ. അപ്പോൾ ഇത് ഇട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബാക്കി ഭാഗം കഴുകാൻ വേണ്ടി പോകുന്നത്. ഇത് കുറച്ച് വെള്ളം കേട്ടോ, വേറെ ഒന്നുമല്ല. ഞാൻ ഈ വെള്ളം ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ സാധനം മാറ്റി വെക്കാം. കഴുകാനായിട്ട് നമ്മളിത് നോർമലി പണ്ടത്തെ ചകിരിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. നേരത്തെ എടുത്ത അതേ ചകിരി തന്നെയാണ്. നമ്മളിത് ഈ സോപ്പ് ഇങ്ങനെ കലക്കിയിട്ടുണ്ടല്ലോ, അടുത്ത് തേച്ച് കൊടുക്കണം. ഉണ്ടോ, ഇത് പിന്നെ നമ്മൾ 10 മിനിറ്റ് 5 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കണമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് 10 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇത് നോക്കിയത് ഇപ്പം തന്നെ പോയി. വേണ്ടത് ചുമ്മാ പിടിക്കുമ്പോൾ ഇതിന് പോകുന്നു. ഇത് ചുമ്മാ ഇട്ടാൽ മതിയല്ല. മറ്റേ സാധനം നമ്മൾ 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് നമ്മൾ നേരത്തെ മറ്റേ സാധനം വെച്ചിട്ട് ഇത് കഴുകിയിട്ട് പോയിട്ടില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എക്സോ വെച്ച് വരയ്ക്കുവാണ്. ഇത് നോക്കടാ, ഇത് ഇപ്പൊ തന്നെ കഴുകി കാണിച്ചരാവേ. ഇത് നമ്മൾ ഒന്നുകൂടെ മെനക്കെട്ട് എഴുതുകയാണെങ്കിൽ, ഉരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായി കിട്ടാവുന്നതാണ്. സോട്ട് വെച്ചേക്കുന്ന ഈ സാധനത്തിന്റെ പകുതി ഭാഗം നമുക്ക് വെള്ളം കൊണ്ട് കഴുകാം. യെസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് കഴുകി കഴിഞ്ഞിരിക്കുകയാണ്. ഫുൾ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് എക്സോ, നമ്മുടെ ഈ എക്കോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐറ്റം. ഈ സാധനം നമ്മൾ ഈ ഏരിയ ഇട്ടത്, ഈ എക്സോ നമ്മൾ ഈ ഒരു ഭാഗമാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ ഇതിലേതാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം രണ്ടും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ഇതിൻ്റെ ഈ ഏരിയ ഒക്കെ കണ്ടോ, കുറച്ചുകൂടെ ക്ലീൻ ആവാനുണ്ട്. ഒരു മഞ്ഞ കളർ വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ, പോയിട്ടില്ല. പക്ഷെ ഇവിടെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ, ഉഷാറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ 2 ഐറ്റത്തിൻ്റെ കാര്യത്തിലാണ്.
ഇത് നമ്മുടെ എക്കോസിസ് നമ്മൾ മേടിച്ചേക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെതാണ്. ഇത് നമ്മളെ എക്സോ ഇട്ട് കഴുകിയതാണ്. എക്സോ ഞാൻ കൂടുതൽ സമയം വെച്ചിട്ടില്ല, ബ്രഷ് ഇട്ട് കഴുകിയിട്ടില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷ് ഇട്ട് കഴുകിയിട്ടില്ല, ചകിരി വെച്ചാണ് വരച്ചേക്കുന്നത്. ഇതിൽ നമ്മൾ ബ്രഷ് ഇട്ടിട്ടുണ്ട്, ചകിരിയും വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ തന്നെ നോക്കിയേ, ഇതിനകത്ത് ഏതാ പെർഫെക്റ്റ് നോക്കിയേ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ ഏതാണ് പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത് നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന പരിപാടിയല്ല, നമ്മളിത് ഈ ഒരു ഐറ്റത്തിനൊന്ന് ടെസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ പിന്നെ പകുതി ഭാഗം ഇതുകൊണ്ടും പകുതി ഭാഗം ഇതുകൊണ്ടും ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എക്സോ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ എക്സോ ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ സംഭവം എക്സോ ഇത്ര ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ക്ലീൻ ആയിരിക്കുന്ന ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇവൻ തന്നെയാണ് ബെസ്റ്റ്. കാരണം ഇത് നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. റബ്ബ് ചെയ്യുന്ന കാര്യത്തിൽ പിന്നെ ഇതായാലും ഒക്കെ നമ്മൾ റബ്ബിങ് നമ്മളെന്തായാലും ചെയ്യേണ്ടി വരും. സംഭവം സൂപ്പറാണ് ഗൈസ്, ഇതിനകത്ത് കുറ്റം പറയാനൊന്നുമില്ല. അവർ പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിസൾട്ട് തരുന്നുണ്ട്. മച്ചന്മാരിതേ ഈ ഐറ്റം മൾട്ടിപർപ്പസ് ക്ലീനിങ് എന്നുള്ള സംഭവം ആയതുകൊണ്ട് നമ്മളിതേ ഒരു മാർബിളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് മാർബിളാണ് കേട്ടോ, നല്ല വൈറ്റ് മാർബിൾ, നല്ല കളറുള്ള മാർബിളായിരുന്നു. അപ്പോൾ നമുക്കിത് ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്ലോറിലേക്ക് പോകുന്നില്ല. ഇത് ബാത്റൂമിൻ്റെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് പകരം നമ്മളിതേ ഈ ഒരു കല്ലെടുത്തിട്ടുണ്ട്. ഇത് പക്ക മാർബിളിൻ്റെ കല്ലാണ് കേട്ടോ, നല്ല മാർബിളിൻ്റെ കല്ലാണ്. മൊത്തത്തിൽ ചളി കുടിച്ച് നാശമായിരിക്കുകയാണ്. നമുക്കിത് ഈ ടേബിളിൽ വെച്ച് തന്നെ ഇതിനെ ക്ലീൻ ചെയ്യാം. അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് അധികം അപ്ലൈ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളകി മറിയട്ടെ, എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കത്തേ ഉള്ളൂ. അല്ലാതെ ഇനി നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് ഇത് വരയ്ക്കുന്ന പരിപാടിയില്ല, ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതേ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 10 മിനിറ്റ് ആയി. ഒന്നുകൂടെ നമുക്ക് നനച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുകയാണെന്ന് അങ്ങ് കരുതിയാൽ മതി. കാരണം അത്രയും കറ പിടിച്ചിട്ടുള്ള ഒരു മാർബിളിൻ്റെ പീസാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാ ഇനി വരച്ച് നോക്കാം. നമ്മൾ ഇത് നമ്മൾ കഴുകുന്നതിന് മുമ്പ് എങ്ങനെയാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിരിച്ചു വെച്ചാൽ മതി കേട്ടാ. ഇപ്പൊ നോക്കിയേ. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് കഴുകി നോക്കാം. കഴുകിയിട്ട് ഇത് എത്രത്തോളം ഫിനിഷ് ആയിരിക്കും നോക്കാം കേട്ടോ. അപ്പൊ ഞാനിത് കഴുകി എടുത്തിട്ട് തുടയ്ക്കുവാണ്, തുണി വെച്ച് തുടയ്ക്കുവാണ്. ഇത് കണ്ട അസാധ്യമായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്, സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിൽ നല്ല ചുവന്ന കളറും ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് നന്നായിട്ട് ചളിയും കളയൊക്കെ പിടിച്ചായിരുന്നു. പക്ഷേ ഇത് ക്ലീൻ ആയിട്ടുണ്ട്. ഇതുകൊണ്ട് കഴിയപ്പോൾ ഇത് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ആയിട്ടുണ്ടെന്ന് തന്നെ പറയും. ഇനി നിങ്ങൾ പറ ഇത് ക്ലീൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കാരണം ഇതിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ അറിയാം. ഇപ്പൊ ബാക്കിൽ ഞാൻ കഴുകിയായിരുന്നു, അതുകൊണ്ട് കുറച്ചൊക്കെ പോയി. ഇത് കണ്ട, എന്നാലും ബാലൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആയിരുന്നു. പക്ഷെ നമ്മൾ കഴുകിയപ്പം വേണ്ട ഈ ഒരു ലെവലിലോട്ടാണ് മാറിയത്. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ ഈ സാധനം മേടിച്ചേക്കുന്നത്, ഇതിന്റെ പേര് കണ്ടോ, എക്കോസിസ് എന്നാണ് സംഭവം. ഇതുപോലുള്ള ഒരുപാട് കമ്പനികൾ ഉണ്ടാവാം. നമ്മളിത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പബ്ലിസിറ്റി കൂടുതലായപ്പം അതിനെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചേക്കുന്നത് ആമസോണിൽ നിന്നാണ്. അത് കൂടാതെ നിങ്ങൾക്ക് ഇവരെ സൈറ്റിൽ കയറിയാലും മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കുറ്റം പറയാനൊന്നുമില്ല. ഇത് പെർഫോമൻസ് വൈസിൽ സൂപ്പറാണ്. സംഭവം ഈസി യൂസാണ്. നമ്മൾ കയ്യിലൊന്നും ഇതൊന്നും ആക്കൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി അതൊക്കെ റെസ്റ്റൊക്കെ പോകും. പിന്നെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പോകും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സാധനം, സൂപ്പർ സാധനം.